അധികം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൽബോ പെയിന് ഉള്ള എക്സസൈസാണ്. നമുക്ക് മിക്കപ്പോഴും ഇവിടെ എല്ലാവരും പെയിൻ പറയാറുണ്ട്. നമ്മൾ എന്തെങ്കിലും ഹോൾഡ് ചെയ്യുമ്പോഴോ, ഇപ്പോൾ മൊബൈൽ കൂടുതൽ ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തുറക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഒരു പെയിൻ പറയാറുണ്ട്. അത് നമുക്ക് എന്തൊക്കെ എക്സസൈസ് ചെയ്യാൻ പറ്റും? ആദ്യം നമ്മൾ കൈ നന്നായിട്ട് സ്ട്രേറ്റ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമ്മൾ ഈ കൈ കൊണ്ട് അത് ബാക്കോട്ട് നമ്മൾ എത്രത്തോളം സ്ട്രെച്ച് ചെയ്യാൻ പറ്റും സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഒരു 10 സെക്കൻഡ്സ് നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ റിലാക്സ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു 10 to 15 ടൈംസ് ചെയ്യുമ്പോൾ ഈ പെയിൻ പോകുന്ന പോലെ കാണാം. പിന്നെ ഒരു സിമ്പിളായിട്ടൊരു എക്സസൈസാണ്. നമ്മൾ ഈ കൈ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഇവിടുന്ന് ഇങ്ങനെ ഒരു സ്ട്രെച്ച് കിട്ടും. ഈ സ്ട്രെച്ചിൽ നമ്മളിങ്ങനെ ഒരു ജസ്റ്റ് ഒരു 10 to 15 സെക്കൻഡ്സ് തന്നെ ഹോൾഡ് ചെയ്യുക. വെറുതെ ആ സമയത്ത് വെറുതെ ബ്രീത്ത് ഔട്ട് കൊടുത്താൽ മതി. അത് നമ്മളൊരു ചെയ്തിട്ടൊന്ന് റിലാക്സ് ചെയ്ത് നോക്കി പെട്ടെന്ന് നമുക്ക് ഈ പെയിൻ പോകുന്നത് പോലെ ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തേർഡ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 90 ഡിഗ്രി നമ്മുടെ എൽബോ 90 ഡിഗ്രിയിൽ വയ്ക്കുക. ഇവിടെ നമ്മൾ വിസ്റ്റ് ഫ്രീ ആയിട്ട് ഇരിക്കണം. ഓക്കെ, എന്നിട്ട് നമ്മളൊരു 1 ലിറ്ററിൻ്റെ അല്ലെങ്കിൽ 1/2 ലിറ്ററിൻ്റെ കുപ്പിയിൽ നിറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ഈ മൊമെൻറ്റിൽ നമ്മൾ പിടിച്ചിട്ട് ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഇതിന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. മുകളിലേക്ക് ഒരു അപ്വേർഡ് പൊസിഷൻ ചെയ്യുക, റിലാക്സ് ചെയ്യുക. പിന്നെ ഒരു അപ്വേർഡ് പൊസിഷൻ ഒന്ന് ഹോൾഡ് ചെയ്യുക. ഒരു 10 to 15 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തിട്ട് വിടാൻ നോക്കുക. ഇത് നല്ലൊരു നമുക്ക് ഇവിടെ ഒരു റിലാക്സേഷൻ കിട്ടാൻ പറ്റുന്നതാണ്. നമ്മൾ ചെയ്യാൻ പറ്റുന്നത് നെക്സ്റ്റ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ 90 ഡിഗ്രി ഇതിലാണ് നമ്മൾ കൈ വയ്ക്കേണ്ടത്. നമുക്ക് ഏത് എൽബോനാണോ പെയിൻ ആ കൈയിലേക്ക് ഈ വാട്ടർ ബോട്ടിൽ ഇപ്പോൾ 1 ലിറ്റർ വരെ എടുക്കാം, ടൈറ്റ് ചെയ്ത് പിടിക്കാം. എന്നിട്ട് പക്ഷേ മറ്റേ കൈ കൊണ്ട് നമ്മളിവിടെ സപ്പോർട്ട് കൊടുക്കാം. ഇതിനൊരു സപ്പോർട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഹോൾഡ് ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് താഴത്തേക്ക് പതുക്കെ ഈ ബോട്ടിൽ താഴെ ടച്ച് ചെയ്യണ വരെ നമ്മൾ താഴത്തോട്ടുള്ള മൂവ്മെൻറ്റ് കൊടുക്കണം. സ്ട്രെച്ച് ചെയ്തിട്ട് താഴോട്ട് കൊടുക്കണം. എന്നിട്ടത് പിന്നെ മുകളിലോട്ട് ഇങ്ങനെ നമ്മൾ പതുക്കെ ഈ മൂവ്മെൻറ്റ് ഇത് ഇതുപോലെ ഒരു 10 to 15 ടൈംസ് ഡെയിലി ചെയ്യണം. പിന്നെ നമുക്ക് ഈ പെയിൻ ഇവിടെ ഒരു സെൻസിറ്റീവ് ഏരിയ ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ അവിടെ ആദ്യം എന്തായാലും നമുക്കിപ്പോൾ മുറിവെണ്ണയോ അല്ലെങ്കിൽ എന്തെങ്കിലും തൈലം വെച്ചിട്ട് ഒന്നൊരു മസാജ് കൊടുത്തിട്ട് ഒന്ന് റിലാക്സ് ആക്കിയിട്ട് ഈ എക്സസൈസ് ചെയ്യാൻ വെച്ചാൽ കുറച്ചും കൂടി എഫക്റ്റീവാണ്. നമുക്കൊന്നൊരു സോഫ്റ്റ് മസാജ് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒരു സോഫ്റ്റ് മസാജ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതും നല്ലതാണ്. പിന്നെ നമുക്കൊരു ഹോട്ട് ഓയിൽ മസാജ് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഹോട്ട് സ്പോഞ്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഓക്കെ, ട്രൈ ചെയ്തിട്ട് പറയും.